രണ്ട് തരം മനുഷ്യരാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. ഒന്ന് നല്ലവനും വിശ്വസ്തനും, രണ്ടാമത്തെ ആരാണ്? ദുഷ്ടനും മടിയനും. ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം. നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത്. പറഞ്ഞ കളി മാറുവേ. നീ മടിയനാണെങ്കിൽ നിൻ്റെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം, രോഗികൾ നാളെ പോയി കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ്? അവിശ്വസ്തനാണ്. അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ആരാണ്? ദുഷ്ടനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല. ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒന്നും ചെയ്യത്തില്ല. അവൻ്റെ താലന്ത് ഇങ്ങോട്ട് എടുക്കാൻ പറയും, കൊടുത്ത ഉടമ്പടി തിരിച്ചെടുക്കും. ഉടമ്പടി തിരിച്ചെടുക്കും. നിങ്ങളിവിടെയൊക്കെ കെട്ടിത്താത്തിട്ട് പോകാം, പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും. എന്താ കാര്യം? പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദുഷ്ടനും മടിയനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. കൈയടിച്ചുകൊണ്ട് പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവസ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷവിധിയായി ചെയ്യുന്നവരാണ് ഉടമ്പടി ക്രാക്കാക്കുന്നവർ, ഉടമ്പടി ഫയറാക്കുന്നവർ. ഇതിൻ്റെ ടെക്നോളജിയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും. കാര്യം ഇത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത്. കവനൻ്റ് എന്ന് പറയുന്ന സങ്കല്പം. ലൂക്ക 17:10 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. ലൂക്ക 17:10 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കണ്ടില്ലേ? ഇതിലെല്ലാം വെളിവാകണ ദൈവത്തിൻ്റെ ഗൂഢത, മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം. വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ്. അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിനകത്ത് പ്രത്യേകിച്ച് മാഹാത്മ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു, മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു, 12 മണി വരെ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുന്നു, രാവിലെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു, പണ്ടിയെ കൊണ്ട് ആക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട ഒരു അമ്മയെന്ന രീതിയിൽ, അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഭർത്താവിനെ നോക്കണില്ലേ? എൻ്റെ കടമയല്ലേ അത്? ശരിയാണ്, കൽപ്പിക്കപ്പെട്ടതാണത്. എൻ്റെ ഭർത്താവിനെ കിടപ്പ് രോഗിയല്ലേ, അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ? ഞാൻ തന്നെ വേലയെടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ, മരുന്നിന് കൊടുക്കണില്ലേ, എല്ലാം ഞാൻ ചെയ്യണില്ലേ? നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്.
ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും. വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും. മനസ്സിലായില്ലേ? ഇത് അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട്. ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗ്രേസിൻ്റെ കാര്യം. അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം. അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആർക്കും കിട്ടും, നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും. അവൻ ജനിച്ചു പോയില്ലേ, അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ കൃപ എന്ന് പറയണത് വേറെയാണ്. കൃപ എന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തു വഴി ഉണ്ടായതാണ്. അതെപ്പോഴും നാം മനസ്സിലാക്കണം. കാരണം ക്രിസ്തു വഴി എങ്ങനെയാണ് ഉണ്ടായത്? ക്രിസ്തു വഴി ഉണ്ടായതെന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കാ 1:16 തന്നെയാണ്. ലുക്കാ 1 കൃപ, അതായത് യോഹന്നാൻ 1:16. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:17. കൃപയും സത്യവുമാകട്ടെ. പറഞ്ഞേ ബിജു. കൃപയും സത്യവുമാകട്ടെ. കൃപയും സത്യവുമാകട്ടെ. യേശുക്രിസ്തു വഴി ഉണ്ടായി. യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ യേശുക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ. എങ്ങനെയാണ് ഉണ്ടായത്? അതെപ്പോഴും ഉണ്ടായത് 12:18 അനുസരിച്ചുകൊണ്ടാണ്. ഏത്? മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഏത് പറഞ്ഞേ? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എൻ്റെ ദാസൻ. എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. പിതാവിന്റെ ആത്മാവിന്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു. അതിനാണ് കൃപയെന്ന് പറയുന്നത്. ക്രിസ്തുവിന് അത് എങ്ങനെയാണ് കിട്ടിയത്? അത് ഫിലിപ്പിയർ 2:6 അനുസരിച്ച് കിട്ടിയതാണ്. എന്താണ്? അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളവും കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി. അങ്ങനെ അത്യധികം ഉയർത്തുന്ന പ്രോസസ്സിനാണ് കൃപയെന്ന് പറയണത്. കൃപ അവൻ്റെ നാമത്തിൻ്റെ തൽഭവമോ തത്സമവുമായി. അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. കൈയടിച്ച് കർത്താവ് മഹത്വ പ്രവർത്തനങ്ങളിലൂടെ കൃപ കരയേറ്റുവാൻ ആരാധന. കൈയടിച്ചുകൊണ്ട് കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തതിൻ കൃപമതിയേ 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 അളവില്ലാത്തതിൻ കൃപമതിയേ. രാജരാജ രാജാതിരാജ പാടി പുകഴ്ത്തിടുന്നേ ദിനവും വാഴ്ത്തി പുകഴ്ത്തിടുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ആതിര സുകുമാരനിലേക്ക് വീണ്ടും വരുമ്പോഴേ എന്താ സംഭവിക്കണത്? അവൾക്ക് കിട്ടിയ കൃപ അതെന്ത് ചെയ്താണ്? കൃപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൃപ കൈമാറ്റത്തിനുള്ളതാണ്. കൃപ കൈമാറ്റത്തിനാണ്. അവൾ മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയിട്ട് അവൾക്ക് ഡയറിയായാണ്. അവളെ ട്രിപ്പിട്ടതാണ്. ട്രിപ്പിട്ട് കഴിഞ്ഞ ശേഷം അവൾക്ക് ബോധം വന്ന് മാതാവ് അവളെ തൊട്ട് വയറെ തൊട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു. എന്താണ്? കൃപ കൈമാറ്റത്തിനുള്ളതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യസ് 14:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യസ് 14:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തതിൻ കൃപമതിയേ കൃപമതിയേ 4:15. 4:15. ല്ലാത്തതിൻ കൃപമതിയേ. രാജരാജ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 കൊരിന്ത്യർ 4:15. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി പറഞ്ഞേ, അങ്ങനെ കൂടുതൽ 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 ആളുകളിൽ കൃപ സമൃദ്ധം ആകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ഇതൊരു പ്രോസസ്സാണ്. കൃപ പരക്കാനാണ്, ലോകം മുഴുവനും പരക്കുകയാണ്. അതെങ്ങനെയാണ്? കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവരെ കൃപ കൈമാറുകയാണ് ചെയ്യണത്. കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 4:15. കൃപ സ്വീകരിച്ചവർ, നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? എന്താ സ്വീകരിക്കണത്? കൃപയാണ് സ്വീകരിക്കണത്. അല്ലാതെ മാളെ കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടുമെന്നൊക്കെ പറയരുത്. അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സാണ്. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനൻ്റ് ഉടമ്പടി. കൈയടിച്ച് കർത്താവ് ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീരും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീരും. ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന പഠിക്കേണ്ട വചനമാണ് റോമ 15:16. ടേക്ക് ദ ബെഡ് ഫോർ റോമ 15:16. ശ്രദ്ധിക്കട്ടെ. റോമ 15:16. ദൈവത്തിന്റെ കൃപ, പറഞ്ഞ ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപ എന്താ ചെയ്യണത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണിത്. അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്? വിജാതിയർക്ക് വേണ്ടി. റീഡ് ഇറ്റ് അഗൈൻ. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താണ്? വിജാതിയർക്ക് വേണ്ടി. വിജാതിയർ എന്ന് പറയുന്നത് എന്താണ്? സമുദായത്തിൻ്റെ ജാതിയല്ല, മറിച്ച് വിശേഷ വിധിയായി ചെയ്യുന്നത്. കൽപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനേക്കാൾ ഉപരി ചെയ്യുന്ന ആൾക്കാരാണ് സ്വജാതികളെന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ ജാതികൾ. സ്വജാതികളെന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം സമുദായത്തിൻ്റെ ജാതിയല്ല, സ്വർഗത്തിൻ്റെ ജാതികൾ. വിജാതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിൻ്റെ ജാതികൾ. അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെ പോലെ ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. എന്താണ്? ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷവിദ്യയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ തന്ന കൃപ കൈമാറ്റത്തിനാണ്. അത് വിശേഷ വിധിയായി ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചേ. കർത്താവേ, നീ തന്ന കൃപ വിശേഷ കൈമാറ്റത്തിനാണ്. അത് വിശേഷ വിധിയായി മറ്റവരെക്കാൾ ഉപരി കൃപയുടെ ഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ സുവിശേഷത്തിന് ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം. എന്താ കാര്യം? അതായത് ജ്ഞാനസ്നാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും. അതല്ലേ ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത്. അതിൽ ഞാൻ ആദ്യമേ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി. ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല, മറിച്ച് എന്താണ്? മനുഷ്യനെ സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനും ഉള്ളതാണ്. ആരെല്ലാം വേദനപ്പെട്ട് വരുന്നുവോ അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം
നിന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശേഷ വിധിയായി നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായെന്ന് പറഞ്ഞ് ജീവിക്കരുത്, മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം. മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ്, മറ്റുള്ളവരെ കരുതി ജീവിക്കാൻ. അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ, ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും. ചിലപ്പോൾ നീ കത്തോലിക്കയായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ്. അവിടെ പ്രശ്നം. ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്ന വിജാതിയർ സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കയ്യിരിപ്പ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ശ്രുതികട്ടെ ഹല്ലേലൂയ. സുവിശേഷം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൈമാറുവാൻ ഈ ആരാധനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനകത്തൊരു കോമ്പറ്റീഷൻ നല്ലതാണ്. കോമ്പറ്റീഷൻ, അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് IELTS പാസ്സായ PSC പാസ്സായ റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരിയും ഒരുമിച്ചാണല്ലോ പോയി ഉടമ്പടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത്. 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഒന്നിനു വായിച്ചേ മറ്റെല്ലാവരെയും ആദ്യം മുതലേ ഞാൻ എന്തായിരിക്കുന്നു നിങ്ങൾ പറഞ്ഞേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. പണിപാളി പെട്രോൾ പോലെയാണെന്നാണ് പറയണത്. സാധനം ആവിയായി പോകുന്ന കൃപ. മറ്റേ മടിയൻ ഒന്നുകൊണ്ടേ കുഴിച്ചിട്ടില്ലേ, അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ ഫലവത്താകാതിരിക്കാം. കൃപ ശോഷിച്ചു പോകും. പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്താണ്? കൃപയുടെ അധ്വാനങ്ങളിലെ എന്ത് ചെയ്യണം? മറ്റുള്ളവരെക്കാൾ ഞാൻ മുന്നിലായിരിക്കണം. ഇതൊരു കോമ്പറ്റീഷനാണ്. കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ കൂടുതലായിരിക്കണം. കാര്യം അത് ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങളെ വെച്ച് ദൈവത്തെ അളന്നാൽ മന്ന പെറുക്കിയ ആൾക്കാരെ പോലെ ഇരിക്കും. മന്ന ദൈവം കൊടുത്ത കാലമില്ല. അതാണല്ലോ ഭൗതിക അനുഗ്രഹം. മന്ന കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? ആ മക്കളുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരുമൊക്കെ കൊട്ടയും കൊണ്ട് നടന്ന് മൊത്തം പെറുക്കിയെടുത്ത്. അപ്പോൾ വിധവകളുണ്ടായി, ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി, അവരും പെറുക്കി. അവസാനം എന്താ പറ്റിയിരിക്കണത്? കൂടുതൽ പെറുക്കിയ ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി. അന്നുള്ള ആഹാരം മാത്രം. ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. നടന്നിടുന്നു ബലഹീനത
പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും നിന്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അപേക്ഷകൾ നൽകിക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധന ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നീ 6 സഹോദരങ്ങളെ കാലിൽ പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാലിൽ പൊട്ടിയതും ശരീരത്തിൽ പൊട്ടിയതും ശരീരഭാഗങ്ങളിൽ പൊട്ടുകയും ചൊള്ളച്ചും അതുപോലെ തന്നെ കരിവാളിച്ചു കിടക്കുന്ന പാടുകൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശു പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡാണോ എന്ന് അറിയത്തില്ല. തൊണ്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്കുന്ന ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലതുവശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട്. അപ്പോൾ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ. 8 പേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്താണ്ട് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഫെലിക്സ് എന്ന പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. തല കണ്ടമാനം വല്ലാതെ വേർക്കും, മുടി വല്ലാണ്ട് കൊഴിയും, എപ്പോഴും നീർക്കെട്ടലുണ്ടാകും. അങ്ങനൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെവികൾക്ക്, വലത് ചെവിക്ക് എന്തോ കുത്തിത്തിരിച്ച പോലെ മാംസം വളരുന്ന പോലെ കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ചെവി പൊത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എന്നും കൂടെ ഇരിപ്പാൻ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. എന്നും കൂടെ ദൈവമേ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടില് പോലുള്ള സാധനങ്ങൾ പീസെപ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവരുടെ ബന്ധുക്കളാണുള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അമ്മ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന യേശുവേ, സ്തോത്രം യേശുവേ, നന്ദി യേശുവേ, ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെ മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, സിസ്റ്റുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, PCODക്കാർ,
അതുപോലെ RSS രോഗികളെ എല്ലാവരും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികളെ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ ശിരസിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് ശക്തി വെക്കട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാ കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും മാർഗ രോഗങ്ങൾ തീരെ വേദികൾ ജീവ ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നമ്മൾ പറയാത്ത ഒരു വിഷയം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടുവിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അരക്കെട്ടിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളവരെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പറയാതെ തന്നെ അങ്ങനെ ആരോ ചെയ്തിട്ടുണ്ട് ലേഡികൾ. അവരെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടുവിന് വേദന ഉള്ളവരും അതുപോലെ തന്നെ അരക്കെട്ടിനെ നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്തിൽ കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ പിൻകഴുത്തി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടെന്നിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ജപ്തി നടപടികളെ, സ്ഥലം വിൽക്കാത്തവരെ, വിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, മക്കൾ ഇല്ലാത്തവരെ, പ്രഗ്നൻസിയിലെ തകരാറുകളുള്ളവരെ, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ, എല്ലാം കൊണ്ട് ഇങ്ങനെ മൊഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവരെ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത കൃപാസ അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000 ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെയും അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മഴ തടസ്സങ്ങൾ, ദുരിതങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സാക്ഷികളാക്കി